തടവിലായ സുപ്രീം കോടതി ജഡ്ജിമാരെയും മുൻ പ്രസിഡന്റ് മൗമൂൻ അബ്ദുള്ള ഖയൂമിനെയും മോചിപ്പിക്കുന്നതിന് നിങ്ങളുടെ സൈനിക പിന്തുണയോടെ ഒരു പ്രതിനിധിയെ മാലിദ്വീപിലേക്ക് അയക്കണം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് മാലിദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് ട്വിറ്ററിൽ കുറിച്ച അഭ്യർത്ഥനയാണിത്. ഇന്ത്യയോടാണ് നഷീദിന്റെ അഭ്യർത്ഥന. അതിനൊരു കാരണവും അദ്ദേഹം മറ്റൊരു ട്വീറ്റിൽ വ്യക്തമാക്കിയിരുന്നു. 1988 ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ത്യൻ സേനയെത്തി, പ്രശ്നം പരിഹരിച്ചു. അവർ തിരിച്ചുപോയി. പിടിച്ചെടുക്കുന്നവരല്ല, സ്വതന്ത്രമാക്കുന്നവരാണ് ഇന്ത്യൻ സേന. ഇതായിരുന്നു ആ ട്വീറ്റിലെ വാക്കുകൾ. എന്തായിരുന്നു ആ പ്രശ്ന പരിഹാരം? ഓപ്പറേഷൻ കാക്കറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൈനിക ചരിത്ര പുസ്തകത്തിലെ ഏറ്റവും വിലയേറിയ അധ്യായങ്ങളിൽ ഒന്നാണത്. ഇപ്പോൾ തടവിലായ മൗമൂൻ അബ്ദുള്ള ഖയൂമായിരുന്നു 1988 മാലിദ്വീപിലെ പ്രസിഡന്റ്. ശ്രീലങ്കൻ തമിഴ് തീവ്രവാദികളുടെ സഹായത്തോടെ നടന്ന അട്ടിമറി ശ്രമമാണ് അന്ന് ഇന്ത്യൻ സൈന്യം അതിവിദഗ്ധമായി പരാജയപ്പെടുത്തിയത്. വിമതരും ശ്രീലങ്കയിലെ പീപ്പിൾ ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈഴം എന്ന തീവ്രവാദ സംഘടനയുമായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ. എന്നാൽ അന്ന് ഇന്ത്യ സഹായിച്ച പോലെയുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ മാലിദ്വീപിൽ ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ അത് അവിടുത്തെ സമാധാന ജീവിതത്തെ മുഴുവൻ തകിടം മറിക്കാൻ സാധ്യതയുള്ള കാര്യമായി മാറും. 32 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയായിരുന്നു അവരുടെ ആശ്രയമെങ്കിൽ ഇന്ന് മാലിദ്വീപിലെ ഉറ്റ ചങ്ങാതി ഇന്ത്യയുടെ പ്രധാന ശത്രുക്കളിൽ ഒന്നായ ചൈനയാണ്. ഏതായാലും അക്കാലത്ത് നടന്ന ആ ഇന്ത്യൻ സൈനിക വീരഗാഥയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1988 നവംബർ 3 തമിഴ് തീവ്രവാദികളുടെ അട്ടിമറി ശ്രമം. രാജീവ് ഗാന്ധിയായിരുന്നു അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് വെറും 41 വർഷമേ ആകുന്നുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. ശ്രീലങ്കയിലെ പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈഴം എന്ന തീവ്രവാദി സംഘടനയിൽപ്പെട്ട 80ഓളം പേരാണ് കുപ്രസിദ്ധമായ ആ ആക്രമണം നടത്തിയത്. ഇന്ത്യയിൽ ദാവൂദ് ഇബ്രാഹിമും കരീം ലാലയും ഒക്കെ പോലെ മാലിദ്വീപിൽ ഉണ്ടായിരുന്ന അന്നത്തെ അധോലോക ചക്രവർത്തിമാർ നൽകിയ പണത്തിന്റെ പിൻബലത്തിലായിരുന്നു തമിഴ് തീവ്രവാദികളുടെ ആക്രമണം. മാലിദ്വീപ് സുരക്ഷാ സേനയായ നാഷണൽ സെക്യൂരിറ്റി സീരീസിന്റെ ആസ്ഥാനം ഉൾപ്പെടെ പല സർക്കാർ ഓഫീസുകളും അവർ പിടിച്ചെടുത്തു. മാലിദ്വീപിലെ ബിസിനസ്സുകാരനായ അബ്ദുള്ള ലുത്തൂഫിയും സഹായി സിക്ക അഹമ്മദ് ഇസ്മയിൽ മാണിക്കുമായിരുന്നു തമിഴ് തീവ്രവാദികൾക്ക് പണം നൽകി അവരെ മാലിദ്വീപിൽ കൊണ്ടുവന്നത്. രാജ്യ തലസ്ഥാനത്ത് അക്രമം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾക്ക് പ്രത്യേകമായ ചില രഹസ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ചരിത്രത്തിൽ ഉടനീളം കാണാം. ഉമാമഹേശ്വരൻ എന്ന കൊടും തീവ്രവാദിയുടെ കീഴിൽ ആയുധധാരികളായ 80ഓളം തീവ്രവാദികൾ മാലിദ്വീപിനെ പിടിച്ചടക്കാൻ വന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തെ ചെറുക്കാൻ പക്ഷേ മാലിയുടെ സൈന്യത്തിന് കഴിഞ്ഞില്ല. പ്രസിഡന്റിനെ വധിച്ച് രാജ്യത്തിന്റെ ഭരണം കൈക്കലാക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ പ്രസിഡന്റ് മൈമൂൺ അബ്ദുൽ ഖയൂം അവരുടെ പിടിയിൽപ്പെടാതെ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറി. രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ചപ്പോൾ അമേരിക്കയും മറ്റ് ഉന്നത രാജ്യങ്ങളും പ്രസിഡന്റിന്റെ ചിന്തകളിലേക്ക് ഇരമ്പി വന്നു. പക്ഷേ അഭയം ലഭിച്ചത് അന്നത്തെ തലതൊട്ടപ്പന്മാരിൽ നിന്നായിരുന്നില്ല. അന്ന് മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന AK ബാനർജിയോട് അദ്ദേഹം സഹായം തേടി. അമേരിക്കയോടും ചൈനയോടും ബ്രിട്ടനോടും ശ്രീലങ്കയോടും മലേഷ്യയോടും പാകിസ്ഥാനോടുമൊക്കെ ഖയൂം സഹായം അഭ്യർത്ഥിച്ചിരുന്നു. രാജ്യത്തിൻ്റെ നില അങ്ങേയറ്റം അപകടത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ മാലി പോലെ ഒരു രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ സേനയുടെ ജീവൻ പണയം വയ്ക്കാൻ ആരും തയ്യാറായില്ല. ആഭ്യന്തര കലാപം രൂക്ഷമായ ശ്രീലങ്കയിലെ ഇന്ത്യയുടെ സൈനിക നടപടി അവസാനിച്ചിട്ട് അധികം നാളായിരുന്നില്ല അന്ന്. എങ്കിലും അയൽ രാജ്യങ്ങളിലെ സമാധാനം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കരുതിയിരുന്ന രാജീവ് ഗാന്ധി മറിച്ചൊന്നും ചിന്തിക്കാതെ സൈനിക നടപടികൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ തീവ്രവാദികൾ മാലി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി. പ്രധാനപ്പെട്ട നഗരങ്ങൾ, എയർപോർട്ട് എല്ലാം അവരുടെ നിയന്ത്രണത്തിലായി. ഇന്ത്യൻ ഹൈ കമ്മീഷണർ AK ബാനർജി അറിയിച്ച ഈ ഗുരുതരാവസ്ഥയിൽ നമ്മുടെ രാജ്യമാണ് അവരെ സഹായിക്കാമെന്ന് തീരുമാനിച്ചത്.
പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ തിരിച്ചറിഞ്ഞ രാജീവ് ഗാന്ധി ഉന്നതതല യോഗം വിളിക്കുകയും പ്രത്യേക പരിശീലനം ലഭിച്ച ഇന്ത്യൻ ചാരസംഘടനയായ റോ സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുകയും ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. അയൽ രാജ്യങ്ങളിലെ സമാധാനം കാത്തുസൂക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് നിലപാടെടുത്ത രാജീവ് ഗാന്ധി സൈന്യത്തിന് മാലിദ്വീപിൽ ഇടപെടാനുള്ള നിർദ്ദേശം നൽകുന്നത് അങ്ങനെയാണ്. ഡൽഹിയിൽ നിന്നും മാലിദ്വീപിലേക്ക് 2989.94 കിലോമീറ്റർ ദൂരമുണ്ട്. ഒറ്റയടിക്ക് അത്ര ദൂരം പറക്കുക എന്നത് ദുഷ്കരമായ ദൗത്യമാണ്. ഇല്യൂഷൻ 276 എന്ന സൈനിക എയർക്രാഫ്റ്റാണ് സൈന്യം യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ബ്രിഗേഡിയർ ഫാറൂഖ് ബുൽസാരയുടെ കീഴിലുള്ള 6ാമത്തെയും 17ാമത്തെയും പാരാട്രൂപ്പ് റെജിമെന്റിലുള്ള കമാൻഡോകളെയും കൊണ്ട് ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഉച്ചയ്ക്ക് 2:30 എയർക്രാഫ്റ്റ് പറന്നുയർന്നു. എവിടെയും വിശ്രമിക്കാതെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്ത്യൻ സ്പെഷ്യൽ കമാൻഡോസ് മാലിയിലെത്തി. സഹായ സന്ദേശം ലഭിച്ച് വെറും 9 മണിക്കൂർ മാത്രമാണ് എല്ലാത്തിനും കൂടി നമ്മുടെ സേന എടുത്ത ആകെ സമയം. മാലിക്ക് മുകളിലൂടെ എയർക്രാഫ്റ്റ് നിശബ്ദമായി പറന്നു. ഹൽഹൽ വിമാനത്താവളത്തിൽ ഇറങ്ങാനായിരുന്നു തീരുമാനമെങ്കിലും വിമാനത്താവളം തീവ്രവാദികൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാരച്യൂട്ടിലിറങ്ങി ആക്രമണം നടത്താനും കമാൻഡോസ് പ്ലാൻ ചെയ്തിരുന്നു. മാലിദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ AK ബാനർജിയും സൈന്യത്തോടൊപ്പം അവിടേക്ക് പോയിരുന്നു. ഇന്ത്യയുടെ സൈനിക നടപടിയിൽ പങ്കാളിയായ ഏക IFS ഓഫീസർ അദ്ദേഹമായിരിക്കുമെന്നാണ് ഇന്നും അനുമാനിക്കപ്പെടുന്നത്. എയർപോർട്ടിലുള്ള ആരെങ്കിലുമായി ബന്ധപ്പെടാൻ ഇന്ത്യൻ എയർക്രാഫ്റ്റിലെ പൈലറ്റ് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെയും തീവ്രവാദികൾ കൈവശപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലായി. കുറെ നേരത്തെ ശ്രമത്തിന് ശേഷം ഒരു ജീവനക്കാരൻ ലൈനിൽ വന്നത് ആശ്വാസമായി. എയർപോർട്ടിൽ മുഴുവൻ അവരുണ്ടെന്നും ലാൻഡ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും മാലിദ്വീപിലെ എയർപോർട്ട് ജീവനക്കാരൻ അറിയിച്ചു. എയർപോർട്ടിൽ ആ സമയത്ത് ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. സർവീസുകളെല്ലാം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് റദ്ദ് ചെയ്തിരുന്നു. ലൈനിൽ വന്ന ജീവനക്കാരനോട് 15 സെക്കൻഡ് നേരത്തേക്ക് റൺവേ ലൈറ്റുകൾ ഓൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈലറ്റ് ആവശ്യപ്പെട്ടു. ഒരൽപ്പം ശങ്കയോടും ഭയത്തോടും കൂടി അയാൾ പൈലറ്റിന്റെ നിർദ്ദേശം പാലിച്ചു. ആ സമയം കൊണ്ട് റൺവേയുടെ ഏകദേശ രൂപം മനസ്സിലാക്കിയെടുക്കാൻ പൈലറ്റിന് കഴിഞ്ഞിരുന്നു. ഹൽഹൽ എയർപോർട്ടിന്റെ ലൈറ്റുകളൊന്നും മിന്നി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള സമയം തീവ്രവാദികൾക്ക് ലഭിച്ചില്ല എന്നതായിരുന്നു സത്യം. അപ്പോഴേക്കും കമാൻഡോസ് പണി തുടങ്ങിയിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ മാലി ഇന്ത്യൻ സൈന്യം പിടിച്ചടക്കി. പുലർച്ചെ 2 മണിയോടെ മാലി പ്രസിഡന്റ് അബ്ദുൽ ഖയൂമിനെ നമ്മുടെ സേന സുരക്ഷിതനാക്കി. 3:15 ബ്രിഗേഡിയർ ബൽസാരയും ബാനർജിയും അദ്ദേഹത്തിനടുത്തെത്തി. പുലർച്ചെ 4 മണിക്ക് ഖയൂം രാജീവ് ഗാന്ധിയെ വിളിച്ച് നന്ദി പറഞ്ഞു. ഇന്ത്യൻ സേന മാലിദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതായി അദ്ദേഹം സ്ഥിരീകരിച്ചു. അട്ടിമറി നടത്തിയപ്പോൾ മാലിയിലെ ചില പൗരന്മാരെ തീവ്രവാദികൾ ബന്ദികളാക്കി പിടിച്ചുവച്ചിരുന്നു. ഇങ്ങനെ തടവുകാരായി പിടിച്ചുവച്ചവരിൽ 2 പേരെ തീവ്രവാദികൾ കൊന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കമാൻഡോകളിൽ ആർക്കും തന്നെ ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല. തീവ്രവാദികളിൽ പലരെയും ഇന്ത്യൻ സേന കൊന്നൊടുക്കി. 80 മുതൽ 200 പേരോളം വരുന്ന തമിഴ് തീവ്രവാദികളിൽ ചിലർ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. രക്ഷപ്പെട്ട തീവ്രവാദികൾ ബോട്ട് വഴി ശ്രീലങ്കയിലേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. തട്ടിയെടുത്ത ബോട്ടിൽ കപ്പലിലേക്ക് എത്താനുള്ള അവരുടെ ശ്രമം പക്ഷേ പാളിപ്പോയി. അപ്പോഴേക്കും ഇന്ത്യൻ നേവിയുടെ ഗോദാവരി, ബാട്വ എന്നീ ഫൈറ്റിംഗ് ഷിപ്പുകൾ അവിടേക്ക് എത്തിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അന്ന് മാലിദ്വീപ് ആക്രമിച്ച തീവ്രവാദികളെയെല്ലാം ചുണക്കുട്ടികളായ ഇന്ത്യൻ കമാൻഡോസ് പിടിച്ചുപൂട്ടി. വ്യോമസേനയുടെ മിറാഷ് 2000 യുദ്ധവിമാനങ്ങളും മാലിദ്വീപിൽ വിന്യസിച്ചിരുന്നു. തീവ്രവാദികളെ നേരിടാൻ ഇന്ത്യ അയച്ച 300 പാരാട്രൂപ്പിന് പുറമെയാണ് കടലിലും ആകാശത്തിലുമായി വേറെയും സൈന്യത്തെ ഇന്ത്യ അയച്ചത്. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ മാലിദ്വീപിൽ ഇന്ത്യ സേനയെ നിലനിർത്തി. പിന്നീട് ഭൂരിഭാഗം സൈനികരെയും പിൻവലിച്ചെങ്കിലും 150 പാരാട്രൂപ്പേഴ്സിനെ വീണ്ടുമൊരു അട്ടിമറി ശ്രമം ഉണ്ടായേക്കാമെന്ന ഭയത്താൽ കുറച്ചു കാലം കൂടി നിലനിർത്തിയിരുന്നു. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യമുയരാൻ കാരണമായി. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ എന്നിവർ ഇന്ത്യയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. അതിർത്തിയിൽ വെടിവെപ്പ് മാത്രമല്ല, വലിയ പണികളും പുഷ്പം പോലെ ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യ തെളിയിച്ച ഓപ്പറേഷനായിരുന്നു ഇത്. പിടികൂടിയ കുറ്റവാളികളെ 1989 വിചാരണയ്ക്കായി മാലിക്ക് കൈമാറി. വധശിക്ഷ ലഭിച്ച അവരുടെ വിധി ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് ജീവപര്യന്തമാക്കി കുറച്ചു.
വെറും മനുഷ്യത്വം മാത്രം. ഈ മാലിദ്വീപ് ഇന്ന് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് ചൈനയുമായി ചങ്ങാത്തത്തിലാണ്. കേരളവുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറുദ്വീപിലെ ചൈനീസ് സാന്നിധ്യം ഒട്ടനവധി പ്രതിരോധ സ്ഥാപനങ്ങളുള്ള കേരളം വളരെ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യം നേടി ചുരുക്കം കാലഘട്ടത്തിനുള്ളിൽ നടത്തിയ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഈ യജ്ഞം രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയിരുന്നു. സമാനമായ ഇടപെടൽ ഇപ്പോഴും നടത്തണമെന്നാണ് മാലിദ്വീപിലെ ജനങ്ങളും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. എന്നാൽ പ്രസിഡന്റ് യമീനിനെ പിന്തുണയ്ക്കുന്ന ചൈന ഇതിനെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഇടപെടൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വന്തം നിലയ്ക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആർജവമുള്ള നേതൃത്വം മാലിദ്വീപിനുണ്ടെന്നാണ് ഇന്ത്യയുടെ ഇടപെടൽ എതിർത്തുകൊണ്ട് ചൈന അഭിപ്രായപ്പെട്ടത്. നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ മൂർച്ഛിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി മാലിദ്വീപിനെ രക്ഷിക്കാനായി ഇന്ത്യ ഈ സമയത്ത് നടപടികൾ കൈക്കൊള്ളുന്നത് തീർച്ചയായും ചൈനയെ ചൊടിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മാലിദ്വീപിനെ സഹായിക്കാൻ ഇന്ന് ചൈന പര്യാപ്തമാണ്. സാമ്പത്തികമായും സൈനികമായും അവർ വളരെ മുന്നോക്കം പോയിരിക്കുന്നു. എന്നാൽ ഇന്ത്യയും ചൈനയും ഇടപെടുന്നതിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇന്ത്യ നിസ്വാർത്ഥമായ സഹായമാണ് അയൽ രാജ്യങ്ങൾക്ക് നൽകാറുള്ളത്. ചൈന പക്ഷേ അത്ര ഉദാസീനത ഉള്ളവരല്ല. തങ്ങൾക്ക് ലാഭമില്ലാത്ത ഒരു ഇടപെടലും നടത്തുന്നതിൽ അവർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.